ഞങ്ങൾ 11:30 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഒരു 9 ആയപ്പോഴേക്കും ഞങ്ങൾ എയർപോർട്ടിലെത്തി. എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചു. അവിടെ ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി, ബാങ്കോക്ക് എയർപോർട്ടിലെത്തി. പിന്നെ അവിടെ നിന്ന് പട്ടായക്ക് പോകണം. പട്ടായയിലാണ് ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഹസ്ബൻഡ് അവിടുത്തെ ഒരു സിം എടുത്തു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് വണ്ടി ബുക്ക് ചെയ്യാം. നമുക്ക് ടാക്സി വേണമെങ്കിൽ ടാക്സി, അല്ലെങ്കിൽ ബസ് വേണമെങ്കിൽ ബസ് നമുക്ക് ഇഷ്ടത്തിന് ബുക്ക് ചെയ്യാം. ഒരു 3.5 hours ഉണ്ട് നമുക്ക് പട്ടായക്ക് ട്രാവലിംഗ്. അപ്പം അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ഇവർക്ക് 7-Eleven കണ്ടു. അപ്പോൾ 7-Eleven നമ്മൾ കഴിഞ്ഞ വർഷം ഫുക്കറ്റിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് 7-Elevenൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറാണ്. നല്ല സാധനങ്ങളൊക്കെ കഴിക്കാനുള്ളതൊക്കെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പം ഇവർക്ക് ഇവിടെ കയറണം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കഴിക്കാനായിട്ട് എന്തോ ബണ്ണിലും ഒക്കെ ബ്രെഡിലൊക്കെ ഉള്ള പോലത്തെ സാധനങ്ങളുണ്ടല്ലോ, സാൻഡ്വിച്ചും അങ്ങനെ മധുരമുള്ള പോലത്തെ ബ്രെഡിലൊക്കെ വരണത്, ക്രീമൊക്കെ വെച്ചിട്ടുള്ളത്, അത് പിന്നെ മിൽക്ക് ഷേക്ക്, അങ്ങനത്തെ എന്തോ 2 സാധനം അവർ മേടിച്ചു. ആ സമയത്ത് രാവിലെ 5:30 ആ നേരത്തല്ലേ. അപ്പോൾ പിന്നെ എന്നിട്ട് പിന്നെ 3.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ വണ്ടി വന്നു. അപ്പോൾ അവിടെ ഇരുന്ന് നല്ല രീതിക്ക് ഒന്ന് ഉറങ്ങിപ്പോയി. ശരിക്കും വണ്ടി വരാൻ കുറച്ച് സമയം എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വണ്ടി വന്നിട്ട് റൂമിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴേക്കും 11 മണിക്കാണ് ചെക്ക് ഇൻ ടൈം. അപ്പോൾ ഹോട്ടലിൽ ചെന്ന് നമ്മുടെ ലഗേജൊക്കെ വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു റൂമൊന്ന് ക്ലീൻ ചെയ്യണം, അപ്പോൾ കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന്. അങ്ങനെ തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ നിന്ന് തന്നെ ഹോട്ടലിൽ നിന്ന് തന്നെ നമ്മൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്. വേറൊന്നും ആ സമയത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. കാരണം ചെന്നപ്പോൾ തന്നെ സ്ട്രീറ്റ് ഫുഡും അങ്ങനത്തെ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നറിയില്ല. പിന്നെ ഭയങ്കര ടയേർഡായിരുന്നു. എവിടെയെങ്കിലും ഒന്ന് കുറച്ച് സമയം കിടക്കണം, ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, ഒന്ന് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് സാങ്ച്വറി ഓഫ് ട്രൂത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കുറച്ച് നേരം ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് ഓരോ ലാംഗ്വേജ്, പല നാഷണാലിറ്റി ആൾക്കാർ വരുന്നുണ്ടല്ലോ അവിടേക്ക്. അപ്പോൾ ഓരോ ലാംഗ്വേജിന് ഓരോ സമയമാണ്. അതായത് നമ്മൾ സിനിമയ്ക്കൊക്കെ ഷോ ഉള്ള പോലെ ഇത്ര സമയം ഒരു ലാംഗ്വേജ്, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ലാംഗ്വേജ്, അങ്ങനെ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ആ സമയത്തിന് അകത്തേക്ക് കയറി കാണാനായിട്ട് ഓരോ പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കണം. അത് കുറേ വർഷമായിട്ട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആൾക്കാർ അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് കൊത്തുപണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ തലയിലൊന്നും അത് വീഴാണ്ടിരിക്കാനാണ് നമ്മളെല്ലാവരും ഹെൽമെറ്റ് വെച്ചിട്ടാണ് അതിൻ്റെ അകത്തേക്ക് കയറുന്നത്. കണ്ട് നോക്കിയാൽ അറിയാം, എല്ലാവരും ഇങ്ങനെ കൊത്തുപണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണാനായിട്ട് നല്ലതാണ്, നല്ല രസമാണ്. നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നും ഇവരിങ്ങനെ ചെയ്യണ കാണുമ്പം. ഭയങ്കര രസമാണ്. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ലേഡീസ് കൊത്തുപണി ചെയ്ത് ഞാൻ കൊത്തുപണികൾ ഇങ്ങനെ ചെയ്യണത് അങ്ങനെ വല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ കുറേ ലേഡീസ് ഇരുന്ന് ചെയ്യുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണത്.
for Chinese tour. Chinese, come on. 12:30 for Chinese. Okay, this way, please. This way for Chinese tour. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അൽക്കസാർ ഷോ കാണാൻ പോകാമെന്നാണ് വിചാരിക്കുന്നത്. റൂമിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്നിച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ട് ഈവനിങ്ങിലേക്ക് അൽക്കസാർ ഷോ കാണാൻ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അൽക്കസാർ ഷോ തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്ക്. അൽക്കസാർ ഷോ കഴിഞ്ഞ് കഴിയുമ്പം ഇവരിങ്ങനെ പുറത്ത് വന്ന് നിൽക്കും, നമുക്ക് ഫോട്ടോസ് എടുക്കണമെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് സ്ട്രീറ്റിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു. മാംഗോ സ്റ്റിക്കി റൈസും ഒക്കെ കഴിച്ച്. പിന്നെ അത് കഴിഞ്ഞ് ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ പോയി കിടന്നുറങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഡേ കാണുന്നവരെ ബൈ.